തിയേറ്ററിലും OTT-യിലും ഒരേപോലെ മികച്ച അഭിപ്രായം നേടി സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനായ ഒരു ചിത്രമാണ് ആട്ടം എന്ന് പറയുന്നത്. ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ചിത്രം ഞാൻ ആദ്യം കാണുന്നത് IFFK വേദിയിൽ വെച്ചാണ് ഈ വർഷത്തെ. അതിൽ ടാഗോർ തിയേറ്ററിൽ ഒരു ഷോ ഉണ്ടായിരുന്നില്ലേ? അപ്പോ അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. അപ്പോ അന്ന് താങ്കൾ തന്നെ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ ചിത്രം നിങ്ങൾ കണ്ടതിന് ശേഷം, അവിടെയുള്ള ഓഡിയൻസ് കണ്ടതിന് ശേഷം ചിത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കാനായിട്ട് നോക്കണമെന്ന് പറഞ്ഞിരുന്നു. ഈ ചിത്രം എല്ലാതരം ഓഡിയൻസിലേക്കും എത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ? എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തിയേറ്ററിൽ ഒരു വലിയ ശതമാനം ഓഡിയൻസിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അത് കൂടുതലും ഒരു സ്ട്രോങ് സിനിഫൈൽസ് ആയിട്ടുള്ള സിനിമേനെ കാര്യമായിട്ട്, കാരണം ഇപ്പൊ വിനയ് ഫോർട്ട് ഒഴിച്ച് ബാക്കി, വിനയ് ഫോർട്ട്, കലാഭവൻ ഷാജാൻ ഒഴിച്ച് ബാക്കി എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ നല്ല സിനിമയാണെന്ന് കേട്ടാൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്ന് നിർബന്ധമുള്ള ചില ഓഡിയൻസ് ഉണ്ട്. അങ്ങനെയുള്ളവര് വന്ന് കാണുകയൊക്കെ ചെയ്തു, പ്രത്യേകിച്ച് മൾട്ടിപ്ലെക്സ് തിയേറ്റേഴ്സിലൊക്കെ. പിന്നെ ഇപ്പൊ ആമസോണിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ വളരെ വലിയൊരു റീച്ച് ഇന്ത്യയിൽ ത്രൂ ഔട്ട് മറ്റ് സ്റ്റേറ്റുകളിലും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. പിന്നെ OTT ആവുമ്പോൾ അതിനൊരു കുറച്ചുകൂടി ഒരു റൺ ഉണ്ടാവുമല്ലോ. അതെ, ഈ ചിത്രം കണ്ട് ഒരുപാട് പേര്, ഇപ്പോ പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഒരുപാട് ഈ ചിത്രത്തിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. ഒരുപാട് യൂട്യൂബേഴ്സിന്റെ എക്സ്പ്ലെയിനർ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കണ്ടിരുന്നു. അപ്പോ ഇത്തരത്തിലൊരു വലിയ രീതിയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ ഇതൊരു ചർച്ചയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇല്ല, അങ്ങനെ ചർച്ചയാകണം അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. നല്ലൊരു, അതായത് കണ്ടോണ്ടിരിക്കുമ്പോൾ വളരെ കമ്പല്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ, അതായത് ഒരു നല്ല ഉദ്വേഗവും, കണ്ടോണ്ടിരിക്കുമ്പോൾ ഇനി എന്ത് എന്ന് അറിയാനായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം കാണുന്ന പ്രേക്ഷകന് എന്ന് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് അതൊരു ബോണസ് ആണ്. നമുക്ക് ഒരിക്കലും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ ആവും എന്നുള്ളത്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നതിനകത്ത് നമുക്ക് വളരെയധികം സന്തോഷമാണ്. വളരെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് OTT വന്നതിന് ശേഷം ഒരു സ്ട്രോങ് ഡിസ്കഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ചിത്രം തന്നെ അന്ന് വിനയ് ഫോർട്ടിന്റെ അടുത്ത് നേരിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇതൊരു സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെട്ട ഒരു ചിത്രമാണ്, ഒരു നാടകം, അതിന്റെ ഒരു സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചിത്രമാണെന്ന് പറഞ്ഞിരുന്നു. അതെന്താണ് ആ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ? എങ്ങനെയാണ് ഈ ചിത്രം ഉണ്ടാകുന്നത്? ആക്ച്വലി ഞങ്ങളുടെ ഇപ്പൊ ഈ സിനിമ ആട്ടത്തിൽ കാണുന്നതിനകത്ത് കലാഭവൻ ഷാജൻ ചേട്ടനും നമ്മുടെ സെറിൻ എന്ന് പറഞ്ഞ നായികയും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും എനിക്കൊരു 20 വർഷമായിട്ട് അറിയുന്ന സുഹൃത്തുക്കളാണ്. ഞങ്ങൾ എല്ലാവരും ഒരു ലോകധർമ്മി എന്ന് പറയുന്ന ഒരു നാടക സംഘത്തിൽ ഒരുമിച്ച് ആക്ടേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചാണ്. അപ്പം വിനയ് ഫോർട്ട് ഉൾപ്പെടെ, വിനയ് അവിടെ നിന്നാണ് പിന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയത്. അപ്പോ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വർഷത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ഒരു യാത്ര പോകുന്നൊരു സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെ ആ കോവിഡിന്റെ സമയത്ത് ഒരു 1 ഡേ ട്രിപ്പ് പോയപ്പോ വിനയാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ നിനക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ, ഇവരെയൊക്കെ സിനിമയിലോട്ട് കൊണ്ടുവരണം എന്ന് വിനയൻ ആഗ്രഹമുണ്ട്. കാരണം ബാക്കി എല്ലാവരും തന്നെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഡെയിലി ഒരു ഓൾമോസ്റ്റ് 80% ആൾക്കാർ അതിനകത്ത് ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരാള് പെയിന്റിംഗ് പണിക്ക് പോകുന്ന ആളാണ്, ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, അങ്ങനെ. അപ്പൊ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാവരും നല്ല നടന്മാരുമാണ്. അപ്പൊ അവരെ സിനിമയിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത് വിനയുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ വിനയ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്. അപ്പൊ പിന്നെ അങ്ങനെ ഇവർക്ക് വേണ്ടി ആ യാത്രയിൽ ഉണ്ടായിരുന്ന 11 പേര്, അതിലും കൂടുതൽ ആളുകൾ ആ നാടക സംഘത്തിലുണ്ട്. പക്ഷെ ആ യാത്രയിൽ ഉണ്ടായിരുന്ന 11 പേർക്ക് വേണ്ടി ആണ് ഈ സിനിമ എഴുതിയതും അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത്. ഇതിനകത്ത് തന്നെ ഇപ്പോ ഈ 11 പേരുടെ കാര്യം പറഞ്ഞിരുന്നു. ഈ 11 പേരിൽ തന്നെ ഇപ്പോ താങ്കൾ പറഞ്ഞതുപോലെ ഈ പെയിന്റിംഗ് പണിക്ക് പോകുന്നവര്, ഓട്ടോ ഓടിക്കാൻ പോകുന്നവര്, ഇപ്പോ അങ്ങനെയുള്ള പല ജോലി ചെയ്യുന്നവരുണ്ട്. സിനിമയിലും അങ്ങനെ തന്നെയാണ്. അപ്പോ അതായത് ഈ നാടക ട്രൂപ്പിനകത്ത് നടക്കുന്ന അതേ ഒരു സംഭവം തന്നെ അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. ഈ കഥയെപ്പറ്റി, കഥ ആദ്യം തോന്നിയത് എങ്ങനെയാണ്? അതാണ് ഇപ്പോ നമ്മൾ ഈ കഥ ആലോചിക്കും. 11 പേർക്ക് വേണ്ടി ഒരു കഥ, 11 പേർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു സിനിമ ചെയ്യാന്ന് ഒട്ടും എളുപ്പമല്ല. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ. അപ്പൊ ഇവരെ എന്തായിട്ട് ചെയ്യും, എന്ത് കഥയാണ് കൊണ്ടുവരാൻ പറ്റുക എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഇവരായിട്ട് തന്നെ അഭിനയിക്കട്ടെ. ഇവരുടെ പേരുകൾ പോലും ഇവരുടെ ശരിക്കുള്ള ജീവിതത്തിലെ പേര് തന്നെയാണ് ഇവരുടെ പേര്. ഒട്ടുമിക്ക ആൾക്കാരുടെ തൊഴിൽ അത് തന്നെയാണ് സിനിമയിൽ ഇട്ടിരിക്കുന്നത്. അത് എല്ലാം അതേപോലെ. എന്നാൽ ഇവർ ചെയ്യുന്ന
കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ അവർക്ക് പരിചയമില്ലാത്ത ഇപ്പൊ ശരിക്കുമുള്ളൊരു ഞങ്ങളുടെ നാടകത്തെ സംഘത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ല എല്ലാവരും റിയാക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പല രീതിയിലായിരിക്കാം ഇതിനെ കാണുന്നത്, വേറൊരു പെർസ്പെക്റ്റീവ്. പക്ഷെ അത് ഫിക്ഷനാണ്. ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ഇവരിലേക്ക് നമ്മൾ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബാക്കിയെല്ലാം ഇവരായിട്ട് തന്നെ. അപ്പൊ ഇവർക്ക് പരിചിതമായ ഒരു മേഖല അഭിനയിക്കട്ടെ, അല്ലെങ്കിൽ വേറൊരു ആക്സെന്റ് പിടിക്കുക, അല്ലെങ്കിൽ വേറൊരു ബോഡി ലാംഗ്വേജ് പിടിക്കുക, അതൊന്നും ആവശ്യമില്ലാതെ. പക്ഷെ അത് ഭയങ്കര പാടാണ്. നമ്മളായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോ അതിൽ നിന്നാണ് ഈ ഒരു ഐഡിയ വന്നത്, ഒരു നാടക സംഘത്തിൽ നടക്കുന്ന ഒരു ചെറിയൊരു ക്രൈം ഡ്രാമ എന്ന രീതിയിൽ. അപ്പം അതാണ് അതിന്റെ ആദ്യത്തെ ആലോചന എന്ന് പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ മൊത്തം ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് 90% ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീട്ടിനകത്ത് വെച്ചാണ്. വീട്ടിനകത്ത് നടക്കുന്ന ഇൻസിഡൻസ്, അതും ഒരു ടേബിളിന് ചുറ്റും നടക്കുന്ന ഇൻസിഡൻസ് ആയിട്ടാണ് കൂടുതൽ സംഭവങ്ങളും കാണിച്ചിട്ടുള്ളത്. ബാക്കി പുറത്തുള്ള സീൻസ് ഒക്കെ വളരെ ചുരുക്കമാണ്. അപ്പോ മാത്രമല്ല, ഇതില് ഡയലോഗ്സിലൂടെയാണ് ഇതിനകത്തുള്ള ഓരോ സംഭവങ്ങൾ കഥാഗതി മാറുന്നത്, ഇങ്ങനെ പോകുന്നത്. വിഷ്വല് വഴി അധികം കൺവേ ചെയ്യാനായിട്ട് നോക്കിയിട്ടില്ല. അത് ആ നാടകത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു ശൈലിയാണോ സിനിമയിലും പിടിച്ചത്, ഡയലോഗ്സിലൂടെ കഥ പറഞ്ഞു പോകുന്ന? അല്ല, അതായത് ഓരോ സിനിമയും അർഹിക്കുന്ന ഒരു ഫിലിം മേക്കിംഗ് ഉണ്ട്. ഇപ്പൊ ഈ സിനിമ ഒരു ചേംബർ ഡ്രാമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാറ്റഗറി തന്നെ ഉണ്ട്. അത് ഒരു കോടതിക്കകത്ത് നടക്കുന്നതാവാം, ഒരു വീട്ടിനകത്ത് നടക്കുന്നതാവാം, ഈവൻ ഒരു ചെറിയ സ്പേസിനകത്ത് നടക്കുന്ന സിനിമകൾക്ക് പറയുന്ന അങ്ങനെ ഒരു ജോണർ തന്നെ പിന്നീട് പതുക്കെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചേംബർ ഡ്രാമ, ഒരു 11 പേര് ഉള്ള ഒരു ചേംബർ ഡ്രാമ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്രൈം നടക്കുമ്പോൾ അത് നമ്മൾ പിന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു അപ്രോച്ച് ആയിരുന്നു. കാണുന്ന പ്രേക്ഷകൻ അവിടെ, ഒരു പ്രേക്ഷകൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അവിടെ ഉള്ള പോലെ ആയിട്ട് തോന്നാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിയലിസ്റ്റിക് ആകുമ്പോഴത്തേക്ക് ഇങ്ങനൊരു വിഷയം ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര ഡയലോഗ് ഇന്റൻസീവ് ആയിരിക്കും. അപ്പൊ അതിനൊരു വിഷ്വൽ സ്കെയിലോട്ട്, വിഷ്വലിലൂടെ പോയി ഒരു സിനിമാറ്റിക് ആയിട്ടൊന്നും കാണിക്കണ്ട എന്നുള്ളത് തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് അത് വളരെ ഡയലോഗ് ഇന്റൻസീവ് സിനിമയായിട്ട് മാറിയിട്ടുള്ളത്. വളരെ ഡയലോഗ് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ലോകത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോ നാടകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുപക്ഷെ അതിനെ സഹായിച്ചിട്ടുണ്ട്. നമ്മളൊരു ചേംബർ ഡ്രാമ ഡയലോഗ്സ് ആവാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ചേംബർ ഡ്രാമ ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു മുൻപത്തെ ഒരു ചിത്രമാണ് മേൽവിലാസം എന്ന് പറയുന്നത്. ഇപ്പോ സുരേഷ് ഗോപിയൊക്കെ അതിനകത്ത് പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. സൂര്യ കൃഷ്ണമൂർത്തിയാണ് അതും സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു ആ ഒരു നാടകം ബേസ് ചെയ്ത് സിനിമയിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ഡയലോഗുകൾ, നല്ല രീതിയിൽ ഡയലോഗുകൾ വഴി, മേൽവിലാസവും ഇതുപോലെ തന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു ചിത്രമാണ്. അതിനകത്തുള്ള ഓരോ സീൻസ് കാണുമ്പോഴും ഇതുപോലെ ആകാംക്ഷ ഉണ്ടാകാറുണ്ട്. അപ്പോ ഈ ഡയലോഗ്സ് വഴി കഥ പറയുന്ന ഈ രീതി, അത് നാടകത്തിൽ നിന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണോ ശരിക്കും? അല്ല, നാടകത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നാടകം കൂടുതലും ഡയലോഗ് സെൻട്രിക് ആണ്. അപ്പോ അതിന് നമുക്ക് നാടകത്തിന്റെ ഒരു സ്റ്റേജിങ് ഒക്കെ നമ്മളെ സഹായിക്കുമെങ്കിലും സിനിമയും നാടകവും നമ്മളൊരു മീഡിയം ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പൊ ഡയലോഗുകളുടെ സ്ട്രക്ചർ പോലും സിനിമയിലെ സ്ട്രക്ചറും നാടകത്തിന്റെ സ്ട്രക്ചറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈവൻ ഇപ്പൊ ആട്ടത്തിലെ ഡയലോഗുകളുടെ സ്ട്രക്ചർ പോലും സാധാരണ സിനിമയുടെ സ്ട്രക്ചർ പോലെ അല്ല നമ്മൾ പ്ലാൻ ചെയ്തത്. കുറെ കൂടെ കോൺവെർസേഷനിലായിട്ട് ഇപ്പൊ നമ്മൾ വർത്തമാനം പറയുന്ന പോലത്തെ ഒരു മീറ്ററിലൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ, റിപ്പിറ്റേഷൻസ്, ഇതൊക്കെ ബോധപൂർവം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോ അതിന് വേറെ തന്നെ ഒരു ആലോചന ആയിരുന്നു. നാടകത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഈ ചിത്രം ഇപ്പോ റിലീസ് ചെയ്തതിന് ശേഷം ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്. ആ ചർച്ചകൾ ഇപ്പോ പ്രതീക്ഷിച്ചതല്ല. നല്ലൊരു സിനിമ പ്രസന്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചതെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. എങ്കിലും ഈ സിനിമയെ ബേസ് ചെയ്ത് വരുന്ന ചർച്ചകൾ പ്രധാനമായിട്ടും ഇപ്പോ ഈ മദ്യപാന സദസ്സുകൾ, അതുപോലെ തന്നെ ഇപ്പോ രാത്രികാലത്തുള്ള സഞ്ചാരം, ഇതൊക്കെ പലപ്പോഴും ഈ സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗം ഒരു തെറ്റായ കണ്ണുകളോടെ നോക്കിക്കാണുകയും അവരെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി ഇപ്പോഴും 2024 നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ കാര്യങ്ങളെ വിമർശനാത്മകമായിട്ട് നോക്കിക്കാണാൻ ഇപ്പോ ചിത്രത്തിലൂടെ താങ്കൾ ശ്രമിച്ചിട്ടില്ലേ? ഇപ്പോ ചർച്ചയാകുമെന്ന് വിചാരിച്ചില്ലെങ്കിൽ പോലും. അതെ, അത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾക്കൊരു അത് പക്ഷെ ഒട്ടും പ്രീച്ചി ആവരുതെന്നുണ്ടായിരുന്നു. അതായത് ഉപദേശിക്കുന്ന ഒരു സ്വഭാവത്തിൽ ചെയ്യരുത്. അത് ഇതിനകത്തെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്.
അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സിന്റെ പല സമയത്തുള്ള വ്യതിയാനങ്ങളാണ്. അപ്പോ അതിനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സമൂഹത്തിന് ഒരു പാഠം കൊടുക്കുക, സമൂഹത്തിനെ ഉപദേശിക്കുക എന്നുള്ളതല്ല, സമൂഹത്തെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റണം. കാണുന്ന ഒരാൾക്ക് ശരിയാണ്, ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരാളുടെ പോലത്തെ ഒരു പെരുമാറ്റമാണല്ലോ എന്ന് റിഫ്ലക്ട് ചെയ്യാൻ പറ്റണം. അതിൽ നിന്ന് ഒരു ഡിസ്കഷൻ ഉണ്ടായി വന്നതാണ്. അപ്പോ ഒരു ഒരു വളരെ വിമർശന ബുദ്ധിയോടുകൂടി അല്ല സമൂഹത്തെ ഞാൻ കാണുന്നത്. വിമർശനം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ബിഹേവിയറൽ ഒരു ഒബ്സർവേഷനോട് കൂടിയാണ് കാണുന്നത്, അല്ലാതെ ഒരു തെറ്റ് ശരി പറയലല്ല. അപ്പോ അതിൽ നിന്ന് ഒരു ഡിസ്കഷൻ ഉണ്ട്. അതിൽ നിന്ന് അവനവൻ ചിന്തിച്ചെടുക്കണം, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണോ, ഞാൻ ഇങ്ങനെ പറയുന്ന ഒരാളാണോ. അതാണ് നമ്മൾ സിനിമയിലൂടെ വളരെ സട്ടിലായിട്ട് ഉദ്ദേശിച്ചൊരു കാര്യം. ഇതിനകത്ത് തന്നെ ഇപ്പോ ഈ എന്താ ഇപ്പോ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാകുമ്പോൾ അതിൽ എന്താ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, കൂടുതൽ എന്താ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിപ്പോ കോടതികളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സിനിമയിലും അതെടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു ഇതാണ് പലപ്പോഴും ചോദ്യം ചെയ്യുന്നത്. അതിൽ ആ വിനയ് എന്ന് പറയുന്ന ലവറിന്റെ കഥാപാത്രം പോലും ചോദിക്കുന്നുണ്ട്, നീ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് കളയാമെന്നല്ലേ പറഞ്ഞിരുന്നത്, നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് പറഞ്ഞ് പിന്നീട് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇതുപോലെ എന്താ എല്ലാവരും ഈ സ്ത്രീകളിലേക്ക് പലപ്പോഴും ഈ വിരൽ ചൂണ്ടുന്നത് അത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഉത്തരമാണ്. അത് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള മനുഷ്യന്റെ സ്ട്രക്ചറൽ കണ്ടീഷനിങ് കാരണമാണ്. അതിന് മതപരമായ കണ്ടീഷനിങ് ഉണ്ട്, സമൂഹം രൂപപ്പെട്ടു വന്നതിന്റെ കണ്ടീഷനിങ് ഉണ്ട്, വിദ്യാഭ്യാസത്തിന്റെ കണ്ടീഷനിങ് ഉണ്ട്, പേരന്റിങ്ങിന്റെ കണ്ടീഷനിങ് ഉണ്ട്. അത്തരം ഒരുപാട് ഫാക്ടേഴ്സ് കാരണമാണ് നമ്മൾ ഒരു പുരുഷൻ അല്ല ആണുങ്ങൾ അനുഭവിക്കുന്ന അതേ സ്വാതന്ത്ര്യം, അതേ തുല്യതയോടുകൂടി സ്ത്രീ അനുഭവിക്കാത്തത്. ഇപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ 2024 അത് മാറി വരുന്നുണ്ട്, തീർച്ചയായിട്ടും മാറി വരുന്നുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, ഇപ്പോഴും വളരെ നേസൽ സ്റ്റേജസിലാണെന്ന് തന്നെ പറയേണ്ടി വരും. വളരെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതിനൊരു ഒരു വാക്കിലൊരു ഉത്തരവില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കൊണ്ടാണ് അങ്ങനെ ആവുന്നത്. അപ്പോ ഈ സിനിമയിൽ പക്ഷെ നമ്മളിപ്പം അതിന്റെ ഒരു ആദ്യത്തെ സ്ട്രക്ചർ ആലോചിക്കുമ്പോൾ ഇതൊരു കൂട്ടവും ഒരു വ്യക്തിയും തമ്മിലുള്ള കഥയായിട്ടാണ് ആലോചിച്ചത്. ഒരു കൂട്ടത്തിന്റെ സ്വഭാവം എന്താണ്, ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ്, ഒരു സത്യത്തെ സമീപിക്കുമ്പോൾ, ഒരു നീതിയെ സമീപിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ എങ്ങനെ പെരുമാറുന്നു, അതിൽ ഒരു വ്യക്തി ആയാൽ ആ വ്യക്തി എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഇപ്പൊ ഇതേ കൂട്ടം ഒരു ആരോപണം ആദ്യം ഉണ്ടാവുമ്പോൾ അയാളോട് സംസാരിക്കാതെ തന്നെ അയാളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. ഇതേ കൂട്ടം അയാളുടെ വിശദീകരണം തേടാതെ അയാളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അയാളിൽ നിന്നൊരു ഫേവർ വരുമ്പോൾ തന്നെ ഇതേ കൂട്ടം നേരെ മറുകണ്ഠം ചാടി അവളെ അവിശ്വസിക്കുന്നു, അവളെ അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നു. ഈ രണ്ടും പ്രശ്നമാണ്. അപ്പൊ ഇത് കൂട്ടത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇതാണ് നമ്മൾ ഡൈസെക്ട് ചെയ്യാൻ നോക്കിയത്. ആൾക്കൂട്ട രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവമുണ്ട്, ഒരു മോബിന്റെ ഒരു സ്വഭാവം. അത് നമ്മൾ ഒരാൾ ഒരു വ്യക്തി ഒരു കൂട്ടത്തിൽ ചേരുമ്പോഴും ആ കൂട്ടത്തിൽ നിന്ന് മാറി അയാൾ ഒരു വ്യക്തിയായി മാറുമ്പോഴും ഉള്ള വ്യത്യാസമാണ് സിനിമ ഞാൻ പേഴ്സണലി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ചൊരു കാര്യം സിനിമയിലോട്. ഇപ്പൊ ഈ അഞ്ജലി എന്ന് പറഞ്ഞ കഥാപാത്രം ആ വീട്ടിലേക്ക് വരുന്നത് ഈ വിനയ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട് വിനയുടെ കള്ളം പറയാൻ തയ്യാറായിട്ടാണ് വരുന്നത്. കാണാത്ത ഒരാളെ കണ്ടു എന്ന്. പക്ഷെ ആ മൊമെന്റിൽ അവൾ സത്യം പറയാൻ തീരുമാനിക്കുകയാണ്. ആ സത്യം പറയാൻ തീരുമാനിക്കുന്ന ഇടം മുതലാണ് അയാൾ ഒരു ഇൻഡിവിജ്വൽ ആവുന്നത്, അയാൾ ഒരു വ്യക്തിയാവുന്നു. ഈ സിനിമയിൽ ഒരു പെൺകുട്ടിയാണ്. അതൊരു ജെൻഡർ സ്പെസിഫിക് അല്ല. ഈ കഥയിൽ അതൊരു പെൺകുട്ടിയാണ്, അല്ലാത്ത കഥയിൽ അതൊരു ആണാവാം, അല്ലാത്ത ജീവിതത്തിൽ അത് ആർക്കും ആവാം. ഒരു വ്യക്തിയായി മാറുന്നതാണ് അതിന്റെ കോർ സബ്ജക്ട് എന്ന് പറയുന്നത്. ഞാൻ ആലോചിച്ച സബ്ജക്ട്. ഇതിനകത്ത് ഈ അഞ്ജലി തന്നെ തുടക്കത്തിൽ വിനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെ, എനിക്കിങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടില്ല എന്ന് എനിക്ക് സ്വയം വിശ്വസിക്കാനാണ് ഇഷ്ടം, ഇതൊരു ഇഷ്യൂ ആക്കണ്ട എന്ന് അവര് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭൂരിഭാഗം പെൺകുട്ടികളും ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് വിടാറാണ് പതിവ്. ഇപ്പോ പൊതുവെ ഇപ്പോ പറയാറുണ്ട്, ഇപ്പോ ഇത്തരം എന്ന് പറഞ്ഞാൽ ഈ അബ്യൂസുകൾ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേരിടാത്ത സ്ത്രീകളില്ല എന്ന് പറയാറുണ്ട്. അപ്പോ ഇങ്ങനൊരു അബ്യൂസ് നേരിട്ടിട്ടും
ആ കഥാപാത്രം അത് തള്ളിക്കളയാനായിട്ട് ആദ്യം തുടക്കത്തിൽ തുനിഞ്ഞത്, പക്ഷെ അവസാനം ആ കഥാപാത്രം നല്ല പവർഫുൾ ആയി മാറുന്നുണ്ട്. തനിക്ക് സംഭവിച്ചതിലൂടെ ഒരു ആർട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോ ആദ്യം ആ കഥാപാത്രം സംസാരിച്ച രീതി ശരിക്കും നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഒരു പെൺകുട്ടിയെ റെപ്രസെന്റ് ചെയ്ത് തന്നെ ചിന്തിച്ച് എഴുതിയതാണ്. പിന്നെ തീർച്ചയായിട്ടും ഒരു സാധാരണ കുട്ടിയാണല്ലോ, സാധാരണ വ്യക്തി ആണല്ലോ. ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു അസാധാരണമായ വ്യക്തിത്വമല്ല. ഒരു ആർക്കിടെക്ട് ആണ്, ഒരു നാടക സംഘത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എല്ലാമാണ്. പക്ഷെ അവളുടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ സംഭവം ആരുടെ ഇടയിൽ നിന്നാണ് സംഭവിക്കുന്നുള്ളതാണ്. 16 വർഷമായിട്ട്, അതായത് തന്റെ ഒരു 14-ാമത്തെ വയസ്സ് മുതൽ താൻ വളർന്ന കുട്ടിക്കാലം മുതൽ താൻ വളർന്ന കണ്ട ചേട്ടന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ വളർന്ന ഒരു നാടക സംഘത്തിന്റെ ഇടയിൽ നിന്ന് സംഭവിക്കുമ്പോൾ അതിന്റെ ഷോക്ക് വളരെ കൂടുതലാണ്. ഒരു ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഓഫീസിൽ നിന്നോ സംഭവിക്കുന്ന പോലെയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതായിരിക്കില്ല അവളുടെ റിയാക്ഷൻ. ചിലപ്പം അപ്പൊ തന്നെ റിയാക്ട് ചെയ്യുമായിരിക്കും, അപ്പൊ തന്നെ തല്ലുമായിരിക്കും, അല്ലെങ്കിൽ കേസ് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആക്കെ. ഇവിടെ ഒരു ഷോക്ക് വാല്യൂ കൂടുതലാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് സംഭവിക്കുമ്പോൾ, നമുക്ക് വളരെ അടുപ്പമുള്ള ഇടങ്ങളിൽ സംഭവിക്കുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. മാത്രമല്ല ഇത് ഒരു സെൻസ് ഓഫ്, നമ്മുടെ ഒരു സൈക്കോളജിയിൽ പറയുന്ന പോലെ ഇതൊരു ആദ്യം ഒരു ഷോക്കും ഒരു സെൻസ് ഓഫ് ഡിനയൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ആദ്യം അത് സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനായിരിക്കും നമുക്ക് താല്പര്യം. അത് ഇതെന്നല്ല, ഇങ്ങനെ ഒരു അറ്റാക്ക് എന്നല്ല. നമുക്കിപ്പോ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു വളരെ ഫേറ്റൽ ആയിട്ടുള്ള ഒരു രോഗം ഉണ്ട് എന്ന് ഒരു ഡോക്ടർ പറയുമ്പോൾ നമുക്കത് ഇല്ല എന്ന് വിശ്വസിക്കാനാണ് ആദ്യം താല്പര്യം. അതിന്റെ ഒരു ഷോക്കിന്റെ പീരീഡ് ഉണ്ട്. അപ്പം സംഭവം നടന്ന് രണ്ടാമത്തെ ദിവസമാണ് വിനയനെ കാണുന്നത്. ആ സമയത്തുള്ള അവളുടെ മാനസികാവസ്ഥ അതാണ്. അത് പിന്നീട് മാറും. ഇതിനകത്ത് തന്നെ വിനയ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു നിർബന്ധം കാരണമാണ് അഞ്ജലി അവിടെ ആ ആൾക്കൂട്ടത്തിന് മുന്നിൽ എത്തുന്നത് തന്നെ. ഈ വിനയ് എന്ന് പറയുന്ന കഥാപാത്രം തന്നെ പലപ്പോഴും പല രീതിയിലാണ് പെരുമാറുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോ അവളെ വളരെ റൊമാൻറ്റിക് ആയിട്ട് അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിലോട്ട് വരുമ്പോ എന്താ ഞാൻ ഇവളെ പ്രേമിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തീരെ നിസ്സാരമാക്കി തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ആ കഥാപാത്രം എന്താണ്? ആ കഥാപാത്രം ശരിക്കും ആ കഥാപാത്രത്തിന് ഉണ്ടായിരുന്നത് പ്രണയമായിരുന്നോ അതോ ഇവളിലൂടെ ഒരു മുതലെടുപ്പായിരുന്നു? അതാണ് നമ്മളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആരെടുത്താലും അയാൾക്ക് ഒരു ഡയമെൻഷൻ മാത്രമല്ലല്ലോ ഉണ്ടാവുന്നു. ഒരു നേരായ ഒരു രേഖയിലൂടെ മാത്രമല്ല സഞ്ചരിക്കുന്നത്. നമുക്ക് വളരെ വിഭിന്നം, ഒരേ സമയത്ത് രണ്ട് വിപരീതമായ കാര്യങ്ങൾ പോലും നമ്മൾ ആഗ്രഹിച്ചു പോകും. നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ വരുമ്പോഴാണ് അപ്പോ ഒരാൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, അതൊരു ഡിസോർഡർ എന്നുള്ള രീതിയിലല്ല, ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉണ്ടാവും. അത് മറ്റൊന്നിനെ നിരാകരിക്കുന്നതായിരിക്കില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റേതില്ല എന്നുള്ളതല്ല. ഈ കഥാപാത്രത്തെ എടുത്താൽ ഇയാളുടെ ഒരു ബേസിക് സ്വഭാവം, ഇയാൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, വളരെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, വളരെ സ്വാർത്ഥനായ വ്യക്തിയാണ് ഒരർത്ഥത്തിൽ. കാരണം അയാൾക്ക് ജീവിതത്തിൽ അയാളൊരു നല്ല നടനാണ്, നാടകത്തിൽ അയാൾ പക്ഷെ അയാൾ ആ നാടകത്തിലെ നായക സ്ഥാനം നഷ്ടപ്പെട്ട ഒരാളാണ്. അയാൾക്ക് ഒരുപാട് മുകളിലെത്തണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു വശത്ത് ഈ പറയുന്ന പോലെ പ്രേമമുണ്ട്. പക്ഷെ അയാളുടെ ഒരു പേഴ്സണൽ അംബീഷനാണ് ഏറ്റവും കൂടുതൽ മുകളിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പെൺകുട്ടിയായിട്ടുള്ള വിവാഹിതനാണ്, ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു രഹസ്യ ബന്ധം നടക്കുന്നുണ്ട്. അയാളുടെ ഇമേജിനെ കുറിച്ച് അയാൾ കോൺഷ്യസ് ആണ്, ആ പെൺകുട്ടി കോൺഷ്യസ് അല്ല. അവൾക്ക് എപ്പോഴും മനസ്സിലാവുന്നത് ഇയാൾ എന്തുകൊണ്ട് ഇത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ ഈ ഒരു സമൂഹത്തിലെ പല ആളുകളായിട്ട് നമ്മൾ ഇടപെടുന്നുണ്ടെങ്കിൽ പല ആണുങ്ങളുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ്, അവർക്ക് എല്ലാം വേണം. ഒരു രഹസ്യ ബന്ധത്തിനകത്ത് ഒരു രഹസ്യ ബന്ധം വേണം, അതിനകത്തൊരു പ്രേമവും വേണം. എന്നാൽ അത് പുറത്ത് മറ്റു കുടുംബവും നാട്ടുകാരുടെ മുമ്പിലുള്ള പേര് പോകരുത്, നഷ്ടപ്പെടരുത്. ഇങ്ങനെയൊക്കെ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിനയുടെ. അതാണ് അതിന്റെ സ്വഭാവം. ഓക്കെ, താങ്കളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടതാണ്. ഇപ്പോ അതിനകത്ത് ആരാണ് ഈ അബ്യൂസർ എന്നുള്ള ഒരു ഉത്തരത്തിന് ദൃശ്യത്തിലൊരു സീൻ വെച്ചിട്ട് താങ്കൾ ഇട്ടിരുന്നു. അത് ആ സത്യം എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞ് ഇല്ലാണ്ടാകുമെന്ന്. അപ്പോ ഈ 12 പേരെയും ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് ഈ ചിത്രം അവസാനിക്കുന്നത്, എൻഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ആ കഥാപാത്രം പറയുന്നുണ്ട്, ഇപ്പോ എനിക്ക് നീയും ആ മറ്റേ 11 പേരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ 12 പേരെയും നമുക്ക് കുറ്റക്കാരാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അതായത് നമ്മൾ എന്ന് പറയുന്നത് ഇപ്പൊ ഡയറക്ടർ അല്ല അത് കൊണ്ടുവരുന്നത്. അതായത് മനസ്സിലാക്കേണ്ടത് ഒരു കഥ മുമ്പോട്ട് പോകും. പ്രത്യേകിച്ച് ഈ സിനിമ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന അനുസരിച്ച് അത് ആ കഥാപാത്രത്തിന്റെ ഇൻസൈറ്റ് ആണ്. അഞ്ജലി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഇൻസൈറ്റ് ആണ്.
അവളിൽ കഥ അവസാനിക്കുകയാണ്, അവളുടെ ആർക്കില് കഥ അവസാനിക്കുക. ആ നാടകം കാണാനായിട്ട് അവരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. അപ്പം അവളിൽ കഥ അവസാനിക്കുമ്പോൾ അവള് പറയുന്നത് നീയും ലോകത്തുള്ള ആണുങ്ങളെല്ലാം എനിക്ക് ഒരേപോലെ ആണെന്നുള്ളതല്ല പറയുന്നത്. അവള് പറയുന്നത് നീയും ആ 11 പേരും തമ്മിൽ, അവളുടെ അനുഭവമാണ്. അന്ന് അവൾ എന്താ ഫേസ് ചെയ്തത്? ഒരു ക്രൈം നടന്നു, ഒരു സെക്ഷൽ അസോൾട്ട് നടന്നു. ആരാണെന്ന് കൃത്യമായിട്ട് അവൾ കണ്ടില്ല. പക്ഷേ ആ അസോൾട്ടിനേക്കാൾ ഹരാസിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു വിചാരണ അവിടെ നടന്നു, ഒരു ഓഡിറ്റിംഗ് അവിടെ നടന്നു. അപ്പൊ ആ ഓഡിറ്റിംഗ് അവൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇയാള് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ്, ആ ചെയ്ത ഒരു അസോൾട്ട് ചെയ്ത ആളിന് തുല്യമായിട്ടാണ് ഇവരിൽ എല്ലാവരിലും ആ പൊട്ടൻഷ്യൽ കാണുകയാണ്. മനസ്സിലായി? അത് ചെയ്തു എന്നുള്ള അർത്ഥത്തില്ല. അവളെ അവിശ്വസിക്കാൻ അവിശ്വസിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാളോട് എന്നോട് അസോൾട്ട് ചെയ്ത ഒരാളോടുള്ള അതേ വെറുപ്പും വിദ്വേഷവും ഇവരോട് തോന്നുകയാണ്. അതാണ് അവൾ പറയുന്നത്, എനിക്ക് നീയും ആ 11 പേരും തമ്മിൽ ഇന്നൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നത്. അവിടെ ആ പർട്ടിക്കുലർ കുറ്റം ചെയ്യാനായിട്ട് ഇവരെല്ലാവരും പ്രാപ്തരാണോ, ആ പർട്ടിക്കുലർ കുറ്റമാണ് ഇവരെല്ലാം ചെയ്തതെന്നുള്ളതല്ല പറയുന്നത്. അതിന്റെ ഓഡിറ്റിംഗ് ഓഫ് എ സെക്ഷൽ അസോൾട്ട് ഇസ് ഈക്വലി, അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ഒരു ലിറ്ററൽ സെൻസിൽ അല്ലെങ്കിൽ പോലും ഒരു ഈക്വലി എ ബിഗർ ക്രൈം. ഇതിനകത്ത് തന്നെ ഒരു കഥാപാത്രം, അതിപ്പോ തിയേറ്ററിൽ അത്യാവശ്യം ചിരി പടർത്തിയ ഒരു സീനാണ്. ഇപ്പോ ഇതിനകത്ത് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഈ അഞ്ജലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ ഫോൺ ബ്ലൂടൂത്തിൽ കണക്ട് ആകുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഫോൺ വീഡിയോയുടെ സൗണ്ട് ഇങ്ങനെ വരുന്ന ഒരു ഇത് കണ്ടിരുന്നു. ആ കഥാപാത്രം ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ത്രൂ ഔട്ട് നിന്ന ഒരു ആളാണ്. നല്ല രീതിയിൽ ഒരു നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ പുരോഗമിച്ച ഒരാളായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പോ ആ സീനിലൂടെ എന്താണ് ഉദ്ദേശിച്ചത്? എപ്പോഴും ഈ പുരോഗമനം പറയുന്നവർക്ക് അവരുടെ ഒരു കപട പുരോഗമന മുഖമാണോ ഉദ്ദേശിച്ചത് അതിലൂടെ? അതാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഇതിനകത്ത് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന പല ഡയമെൻഷൻസും കാണുന്ന പ്രേക്ഷകന് വായിച്ചെടുക്കാനുള്ളതാണ്. അത് ഇന്നത് എന്ന് പറയുന്നില്ല. ഇപ്പൊ വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഒരാൾക്ക് പോൺ കാണാൻ പാടില്ലേ? പോൺ കണ്ടാൽ ഉടനെ അത് പുരോഗമന ചിന്താഗതി അല്ലാതായി മാറും. എന്നാൽ അയാൾക്ക് അങ്ങനെ ഒരു വശം ഉള്ളത് കൊണ്ട് അതും ഇതും കൂടെ ചേർത്ത് വെക്കുമ്പോൾ നേരത്തെ പറഞ്ഞതിനകത്ത് നിങ്ങൾക്കൊരു അവിശ്വാസം തോന്നുന്നുണ്ടോ? അയാൾക്കൊരു മറ്റൊരു മുഖം ഉള്ളതായി തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അയാൾ പറഞ്ഞതിനൊക്കെ ഒന്നുകൂടെ വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പറഞ്ഞ രീതികളിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെ അതാണ് കഥയുടെ, നമ്മൾക്ക് ഇങ്ങനെ ഒരു കഥ ചെയ്യുമ്പോൾ ഉള്ള കഥയുടെ രസച്ചരടുകളാണ് അതെല്ലാം. അത് ഇന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളതല്ല പറയുന്നത്. അയാളുടെ ഒരു പ്രതിച്ഛായ അവിടെ മാറുകയാണ്. നമ്മൾ ഒരാളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വരുന്നു. ആ ധാരണയ്ക്ക് അകത്തൊരു കോട്ടം സംഭവിക്കുന്നു. ഇനി അയാൾ പഴയത് പറയുന്ന പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ ഇമേജ് നമ്മുടെ തലയിൽ കിടക്കുകയാണ്. പക്ഷെ ഇത് പ്രേക്ഷകന്റെയും ഒരു പ്രശ്നമാണ്, നമ്മളുടെയും ഒരു പ്രശ്നമാണ്. നമ്മൾ ഒരാളെ കുറിച്ചൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ, അല്ലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളെ അതില്ലാതെ കാണാൻ പറ്റില്ല. ഇപ്പോ താങ്കൾ തന്നെ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഓരോ കഥാപാത്രവും ഓരോ സമൂഹത്തിലെ തന്നെ ഓരോ ആളുകളുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് ഉള്ള ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഈ കഥാപാത്രം ഇപ്പോ അയാളുടെ ഫോണിൽ നിന്നാണ് ഈ ഫോൺ കണ്ടത്. അപ്പോ ഇതുപോലെ ഈ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും, ഈവൻ അവരെ സപ്പോർട്ട് ചെയ്ത ഒരു പുരോഗമനപരമായിട്ട് മുന്നോട്ട് വരുന്നവർ പോലും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ വേറൊരു മൈൻഡ് അവരുടെ ഉള്ളിലുണ്ട് എന്നൊരു ചിന്ത ചിലപ്പോ ആളുകളിൽ ജനറേറ്റീവ് ഇത് വരാൻ സാധ്യതയില്ല. ഈ ഒരു അത് ആളുകളിൽ വരുമ്പോൾ അത് ആളുകൾ ആലോചിക്കണം. അത് എനിക്കങ്ങനെ ആലോചന വരുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. അതായത് ഇപ്പൊ പോൺ കണ്ടു ഒരു പോൺ കണ്ടു ഒരാൾ എന്നതുകൊണ്ട് അതുകൊണ്ട് എന്താണ് അർത്ഥം ഉണ്ടാവുന്നത്? അയാൾ പോൺ കണ്ടു എന്നൊരു അർത്ഥമേനുള്ളൂ. അല്ലാതെ അതുകൊണ്ട് അയാൾ ഒരു പുരോഗമനവാദി അല്ല, അല്ലെങ്കിൽ അയാൾ സ്ത്രീകളെ മോശമായിട്ട് കാണുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ എന്താ പറയുന്നത് സ്ത്രീകളോട് മോശമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളാണെന്നൊരു അർത്ഥമില്ലല്ലോ. കാരണം എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് പോൺ കാണുന്ന ഒരു ക്രൈം ഒന്നുമല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സാഹചര്യത്തിൽ അതും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഇയാളുടെ സ്വഭാവത്തിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും റീഡ് ചെയ്യുന്നുണ്ടോ? അയാൾ എന്തുകൊണ്ടാണ് ആദ്യം മുതലേ പുറത്താക്കാൻ പറയുന്നത്? അപ്പൊ അയാൾക്ക് അതിലൊരു അസ്വാഭാവികത തോന്നാം ഒരാൾക്ക്. ഒന്നും കേൾക്കാതെ പുറത്താക്കണം, ഗ്രൂപ്പിന്റെ നന്മയെ കരുതി എന്നൊക്കെ പറയുന്ന ഇയാൾ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് വെച്ച് വായിക്കാം. അതെ, ചിലപ്പോ
ഇദ്ദേഹത്തിന്റെ കഥാപാത്രം തുടക്കത്തിൽ ഈ പെൺകുട്ടിയെ പറ്റി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ പല കാര്യങ്ങളും തിയേറ്ററിൽ ഓഡിയൻസിന് കൈയടിക്കാൻ തോന്നുകയും അതേസമയം ഈ ഡയലോഗ് കേൾക്കുമ്പോൾ അത് മറ്റൊരു തലത്തിലായി പോവുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ മനസ്സങ്ങനെയാണ്, നമ്മൾ മനുഷ്യരങ്ങനെയാണല്ലോ. ഒരു കാര്യം ഒരു കുറച്ച് നേരം സപ്പോർട്ട് ചെയ്യും, പിന്നെ പിടിച്ചു താത്തിയിടും, പിന്നെ നമ്മൾ മാറും. അങ്ങനത്തെ ഒരു എൻഗേജ്മെന്റ് കഥാപാത്രങ്ങളുമായിട്ട് ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഓക്കെ. ഇതിനകത്ത് തന്നെ ഈ ഹരി എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് ആ സിനിമ നടന്റെ കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ച കഥാപാത്രം, ആ കഥാപാത്രത്തിന് ഇതിന്റെ ടാഗ് ലൈനിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോ 13 ആളുകൾ 13 സത്യങ്ങൾ, അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹരി എന്ന് പറയുന്ന ആളെ ആ 12 പേരെന്ന് പറഞ്ഞിട്ട് ഹരി എന്ന് പറയുന്ന ആളെ ആ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാര്യം അദ്ദേഹം ഈ ഒരു ചിത്രത്തിലെ ഇല്ലെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നല്ലോ. അയാളല്ല ചെയ്തതെന്ന് എന്താണ് ഉറപ്പ്? അയാളല്ല ചെയ്തതെന്ന് ഫോണിൽ കാണുമ്പോഴും 2:30 ശേഷം സംഭവിച്ച ഒരു കാര്യം, 2:30 അനുഭവത്തിൽ 2:12 അയാൾ അവിടെ കിടപ്പുണ്ട് എന്ന് പറയുമ്പോഴും 2:12 അവിടെ കിടന്ന ഒരാൾക്ക് ഒരു 10-20 മിനിറ്റിന് ശേഷം അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നില്ലല്ലോ. അതായത് അയാൾ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നില്ല, അയാളാണെന്നും പ്രൂവ് ചെയ്യുന്നില്ല, അയാൾ അല്ല എന്നും പ്രൂവ് ചെയ്യുന്നില്ല. അവളെ സംബന്ധിച്ചോളം ഇത് ആരാണ് എന്നുള്ളത് ഗ്രൂപ്പിനും അറിയില്ല, ഗ്രൂപ്പ് അത് അന്വേഷിച്ചു പോയിട്ടില്ല. അവളുടെ അനുഭവത്തിൽ അവളുടെ ആദ്യത്തെ ഒരു ഇൻറ്റ്യൂറ്റീവ് അവൾ മനസ്സിലാക്കിയതനുസരിച്ച് അയാളാണ്, ഹരി എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളുടെ താക്കോല് കിട്ടി, അയാളുടെ മണം അവിടെ ഉണ്ടായിരുന്നു, അത് അയാളാവാം, പിന്നീട് സിനിമയിലൂടെ മനസ്സിലാവുന്ന അയാളല്ലാതെ ആവാം. അപ്പോ ആ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് നീയും ആ 11 പേരും തമ്മിൽ എനിക്കൊരു വ്യത്യാസം ഇല്ല എന്ന് പറയുന്നത് ആ ചെയ്ത ആള് വന്ന് പറയുകയാണ്, ഞാനാണെന്ന് പറയുമ്പോ പറയാം. അത് ആരാ വന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്നില്ലല്ലോ. ആ വന്ന് പറയുന്ന ആളിപ്പോ ഹരിയാണെങ്കിൽ അയാൾ അതിനകത്തില്ലേ? അപ്പോ ഇതിനകത്ത് ഈ ആക്രമണം നേരിട്ട ഒരു സ്ത്രീ, മറ്റ് 12 പുരുഷന്മാർ, അപ്പോ ഇതിലൂടെ റെപ്രസെന്റ് ചെയ്തത് പുരുഷന്മാരെ മൊത്തം ഒരു പ്രതിസ്ഥാനത്ത് കൊണ്ടുവരികയാണോ ഇങ്ങനെ ഒരു അസോൾട്ട് വരുമ്പോ? അല്ല, ഒരിക്കലും അല്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത് അങ്ങനെയൊക്കെയുള്ള വായനകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇതിനകത്തെ കഥയിൽ ഈ പറഞ്ഞ 12 ആണുങ്ങളും ഒരു പെണ്ണുമുള്ള ഒരു നാടക സംഘത്തിന്റെ കഥയാണ്. അതിനകത്ത് ഈ ക്രൈം നടക്കുക എല്ലാം കഴിഞ്ഞ് അവൾ പറയുന്നത് നീയും ആ 11 പേരും തമ്മിൽ എനിക്കൊരു വ്യത്യാസം, ഞാനിത് നമ്മൾ ആലോചിച്ച് എഴുതുന്ന ഡയലോഗാണല്ലോ, 11 പേരും തമ്മിൽ എനിക്കൊരു വ്യത്യാസമില്ലെന്നാണ് പറയുന്നത്. ലോകത്തുള്ള എല്ലാ ആണുങ്ങളും അതാണ് അനുഭവമെങ്കിൽ അവൾ എന്തുകൊണ്ടായിരിക്കണം അവസാനത്തെ അവൾ നാടകം ചെയ്യുമ്പോഴും 11 ആണുങ്ങളെ വെച്ചിട്ടല്ലേ നാടകം ചെയ്തു? അവളുടെ നാടകത്തിനകത്ത് ആണുങ്ങളല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പിന്നെ ആണുങ്ങളെ മോശം ആണുങ്ങളായിട്ട് ഇടപെടില്ല എന്നുള്ള അർത്ഥത്തിലല്ല അതിനെ കാണുന്നത്. അങ്ങനെയല്ല അതിനെ നമ്മളൊരു ജെൻഡർ സ്പെസിഫിക് ആയിട്ട് ഒരു ആംഗിളിൽ മാത്രമല്ല കാണുന്നത്. അങ്ങനത്തെ ഒരു റീഡിങ് ആവശ്യമാണ്, അങ്ങനത്തെ ഒരു റീഡിങ് നല്ലതാണ്. പക്ഷെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തു, അതായത് ഒരു പടത്തിന്റെ ക്ലൈമാക്സ് മാത്രമല്ല സിനിമ എന്ന് പറയുന്നത്. ഒരു പടത്തിന്റെ ക്ലൈമാക്സ് മാത്രമല്ല സിനിമയുടെ ആകത്തുക. സിനിമ മൊത്തം പറയുന്ന വിഷയം, പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അതിന്റെ ക്ലൈമാക്സിൽ മാത്രമല്ല, അത് സിനിമയുടെ ആദ്യത്തെ ഷോട്ട് പോലെ ഉണ്ടാവും. അതിങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു വിഷയമാണ്. സിനിമ അതിന്റെ കഥ അവസാനിക്കുന്നത് ക്ലൈമാക്സിലാണെന്നേ ഉള്ളൂ. അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ക്ലൈമാക്സ് മാത്രമാണ് അതിന്റെ തത്വം എന്ന് വിചാരിക്കരുത്. ഇതിന്റെ തുടക്കത്തിൽ കാണിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. ഒരു നടി തന്നെയാണ് ഇതിനകത്ത് ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷെ ആ നടി ആ നടനെക്കാളും പവർ കുറച്ച് കുറഞ്ഞ ആളാണ്. പിന്നീട് ഇന്റർവെല്ലിന്റെ സമയത്തേക്ക് വരുമ്പോൾ ആ നടന്റെ സ്വാധീനം കാരണം ബാക്കിയുള്ളവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ നടിക്ക് നേരെ തിരിയുന്നു. ഇത് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്ത് തന്നെ നടന്ന ഒരു ഇൻസിഡന്റുമായിട്ട് നമുക്ക് ഒരു ചെറിയ സാമ്യം തോന്നുന്നുണ്ട്. അത് എന്താ ഇപ്പോ എഴുതുമ്പോ അത് മൈൻഡിലുണ്ടായിരുന്നോ? ഞാനിത് എഴുതി ഇല്ല, അശേഷം മൈൻഡിലായിരുന്നു. അതാണ് അതിന്റെ സത്യം. കാരണം ഞാനിത് എഴുതി ഒരു പോയിന്റ്, ഞങ്ങള് ഫൈനൽ റീഡിങ് ഗ്രൂപ്പുമായിട്ട് എല്ലാവരും ആക്ടേഴ്സും ടെക്നീഷ്യൻസും ആയിട്ടൊക്കെ ഒരു ഫൈനൽ റീഡിങ് വെക്കാൻ നേരത്ത് എന്റെ അടുത്ത് വന്ന് ചിലവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു വായന ഇത് കഴിയുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ടായിക്കോട്ടെ, ഇനിയിപ്പോ എന്താ, നമ്മള് അതിൽ നിന്ന് അങ്ങനെ ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പേഴ്സണലി അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതിന്റെ കഥ ഉണ്ടായി വരുമ്പോ ഒന്നും അത് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒരു റീഡിങ് അതിനുണ്ട്, ഒരു വായന ഉണ്ടായേക്കാം. സോ ബി ഇറ്റ്, അങ്ങനെ ആയിക്കോട്ടെ. സമൂഹത്തിൽ അങ്ങനെ ഇത് മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങൾ നടക്കും. ഇത് ഏതൊരു സെക്ഷൽ അസോൾട്ട് കേസ്, ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് എത്രയോ പെൺകുട്ടികൾ നമ്മൾ സംസാരിക്കാൻ നേരത്തൊക്കെ
അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് പറയുന്നത്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടന്ന കാര്യമല്ല, അല്ല ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചല്ല. എല്ലാവർക്കും അനുഭവമുള്ള എന്റെ അടുത്തൊരു കുട്ടി, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറയുന്നില്ല, ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഒരു പെൺകുട്ടി വന്ന് അവളുടെ ആ കോളേജിൽ എക്സാക്ട്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഇതേ ഡയലോഗുകളാണ്, സിനിമയിലെ ഇതേ ഡയലോഗുകളാണ് അവിടുത്തെ പ്രൊഫസേഴ്സും ടീച്ചേഴ്സും പറഞ്ഞുകൊണ്ടിരുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ അത്രയും പേഴ്സണൽ ആണ് ഇത് പല ആളുകൾക്കും. അല്ലാതെ ഇത് ഒരു ഇൻസിഡന്റ് അല്ല. ഏത് ഇൻസിഡന്റിനകത്തും ഇത്തരം ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ സത്യം. ഈ ചിത്രത്തിന് ഇപ്പോ ആട്ടത്തിന് IFFKയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം കിട്ടി. അതുപോലെ തന്നെ IFFIയിൽ ഇന്ത്യൻ പനോരമയിൽ ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു. ഇനി ആട്ടം ചിത്രത്തിന്റെ യാത്ര എങ്ങോട്ടാണ്? ഇപ്പോ ആട്ടത്തിന് ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ അതിന് കുറച്ചുകൂടെ ഒരു ലോഞ്ചിവിറ്റി ഉള്ള സിനിമയാണ്. അതിങ്ങനെ നിൽക്കും കുറച്ചുകൂടെ. ഇപ്പൊ അടുത്ത മാസം ഒരു ഫെസ്റ്റിവലില്, ഹാബിറ്റാറ്റ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഡൽഹി ഒരു നല്ല ഫെസ്റ്റിവലില് കളിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഗ്രോത്ത് കുറെ കൂടെ ഫെസ്റ്റിവൽസിന് പോകാനും, പിന്നെ ഓരോ സ്പേസിലും ഈ OTTയിൽ ഉള്ളിടത്തോളം നിൽക്കുന്നിടത്തോളം കാലം പല രാജ്യങ്ങളിൽ ഇപ്പൊ ഓപ്പൺ ആയി വരുമ്പോഴെല്ലാം അവിടെയൊക്കെ ഒരു ഡിസ്കഷൻ ആയി വരുന്നുണ്ട്. ഇപ്പൊ UK ഓപ്പൺ ആയി, ഇപ്പൊ US ഓപ്പൺ ആകുമ്പോഴൊക്കെ ഒരു ഡിസ്കഷനായി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലോഞ്ചിവിറ്റി കുറച്ചുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പതുക്കെ പതുക്കെ എരിയുന്ന ഒരു തീയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട് ആട്ടത്തെ കുറിച്ച്. ഇനി ഫ്യൂച്ചർ വർക്ക്സ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വെബ് സീരീസിന്റെ പ്ലാൻ ഉണ്ട്, ഒരു സിനിമയുടെ പ്ലാൻ ഉണ്ട്. ഒരു ലവ് സ്റ്റോറിയാണ്, സിനിമയുടെ ആലോചനകൾ നടക്കുന്ന ഒരു ലവ് സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിലും ഈ നാടക ഗ്രൂപ്പിലുള്ള ആളുകളെ നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ചു പേരുണ്ടായേക്കാം തീർച്ചയായിട്ടും. അത് കാസ്റ്റിംഗിന്റെ ഒരു സ്പേസ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റ് സിനിമകൾ കിട്ടട്ടെ, അവര് മറ്റ് തിരക്കുകളിലോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനകത്ത് ചിലവരുണ്ടാവും, അടുത്തതിനകത്ത് ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഈ ചിത്രത്തിന്റെ വിവിധ തലങ്ങൾ നമ്മൾ ഇതുവരെ സംസാരിച്ചു. ഇത്രയും നേരം ഇത്ര വലിയ രീതിയിൽ സി മലയാളം ന്യൂസിന്റെ പ്രേക്ഷകരോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്ന ആനന്ദ ഏകദേശയ്ക്ക് വളരെയധികം നന്ദി. താങ്ക് യു.